തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. എന്റെ റബ്ബ് അല്ലാഹു മാത്രമാണ് എന്ന് പറയുന്നത് പോലെ നീ പറയേണ്ട കാര്യമാണ് എന്റെ ഇലാഹ് അല്ലാഹു മാത്രമാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ, സർവ്വ ഇബാദത്തുകൾക്കും അർഹതയുള്ള ഏക ഇലാഹ് എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനു മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, നോമ്പ് നോൽക്കുന്നുണ്ട് എങ്കിൽ, ഹജ്ജ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ, സഹായത്തേട്ടം നടത്തുന്നുണ്ട് എങ്കിൽ, ഇസ്തിഗാസ നടത്തുന്നുണ്ട് എങ്കിൽ, ഇസ്തിആനത്ത് നടത്തുന്നുണ്ട് എങ്കിൽ, രോഗം മാറ്റിത്തരാൻ വേണ്ടി തേടുന്നുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കുന്നു, എന്ത് ഇബാദത്താകട്ടെ എന്റെ റബ്ബായ അല്ലാഹുവിന് മാത്രമേ അതിന് അർഹതയുള്ളൂ. ഇവിടെയാണ് നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിൽ വ്യത്യാസമുണ്ടായി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സ്വാദിൽ നിങ്ങൾ എടുത്തു നോക്കൂ, എന്താണ് മുശ്രിക്കുകൾ പറഞ്ഞത്? അവർ പറഞ്ഞു അജ്അലൽ ആലിഹത ഇലാഹൻ വാഹിദ, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളെ എല്ലാം ഇവൻ ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. കണ്ടില്ലേ, എല്ലാ സ്രഷ്ടാക്കളെയും കൂടി ഒരൊറ്റ സ്രഷ്ടാവാക്കി എന്നല്ല പറഞ്ഞത്, ആരാധിക്കപ്പെടുന്ന ഇലാഹുകളെ എല്ലാം ഇവൻ ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. അതാണ് അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യണം. മുശ്രിക്കുകൾ അവർ പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിനോടും ദുആ ചെയ്യും, അല്ലാഹു അല്ലാത്തവരോടും ദുആ ചെയ്യും. ആ മാത്രത്തിലാണ് പ്രശ്നമുണ്ടായത്, മാത്രമാണ് അവർക്കിടയിലെ പ്രശ്നം. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെട്ട അബൂ ജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക തഅലമു മൻ അതാന ബിമാ ലാ നഅരിഫ്, അല്ലാഹുവേ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത പുത്തൻവാദവുമായി വന്നത് ആരാണ് എന്ന് അല്ലാഹുവേ നിനക്കറിയാം, ഞങ്ങൾക്കിടയിൽ ഐക്യം തകർത്തത് ആരാണ് എന്ന് അല്ലാഹുവേ നിനക്കറിയാം. ആരുടെ പ്രാർത്ഥനയാണിത്? അബൂ ജഹലിന്റെ പ്രാർത്ഥനയാണ്. ഫഅഹിൻഹുൽ ഗദാ, അതുകൊണ്ട് നാളെ പകലിൽ അല്ലാഹുവെ ബദറിൽ വെച്ചുകൊണ്ട് നീ മുഹമ്മദിനെയും കൂട്ടരെയും നാണം കെടുത്തണമേ. ആരുടെ പ്രാർത്ഥന? അബൂ ജഹലിന്റെ പ്രാർത്ഥന. ആരോടും പ്രാർത്ഥിച്ചു? അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു, നിങ്ങൾ സത്യത്തിന്റെ ആളുകളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ, നിങ്ങൾക്കിതാ ആ വിജയം വന്നെത്തിയിരിക്കുന്നു, സത്യത്തിന്റെ ആളുകൾ ബദറിൽ വിജയിച്ചിട്ടുണ്ട്. അബൂ ജഹൽ അല്ലാഹുവിനെ അല്ലായിരുന്നു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് അല്ലാഹു അത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അബൂ ജഹൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ചു വന്നു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യും. ഖുർആനിൽ ആയത്താണ് ഈ പറയുന്നത്, ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, എന്നാൽ അവർ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിൽ പങ്കുചേർക്കും. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന തൗഹീദിന്റെ ആദ്യത്തെ ഭാഗം അവർ അംഗീകരിച്ചിരുന്നു. എന്നാൽ അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അത് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല.